വലിയ കോലാഹലത്തോടുകൂടി ഇറങ്ങിയ സിനിമ എമ്പുരാൻ വലിയ വിവാദങ്ങളിൽ പോയി ചാടിയിരിക്കുന്നു. എമ്പുരാൻ സിനിമയുടെ കഥയിൽ ഗോദ്ര സംഭവത്തെ തുടർന്നുള്ള ഗുജറാത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അത് വൺ സൈഡഡായിട്ട് കാണിക്കുന്നു. മൊത്തത്തിൽ ഒരു ഹിന്ദു വിരുദ്ധ ചിത്രമായിട്ട് അത് മാറിയിരിക്കുന്നു. അതുകൂടാതെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തുടങ്ങിയ സെൻട്രൽ ഏജൻസികളുടെ ദുരുപയോഗം നടക്കുന്നു എന്നും ആ സിനിമയിൽ കാണിക്കുന്നു. അപ്പോൾ അതിൽ വലിയ പ്രതിഷേധം, അത് ബഹിഷ്കരിക്കുക, അത് ഇത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വലിയ ബഹളം സോഷ്യൽ മീഡിയയിലും മെയിൻ സ്ട്രീം മീഡിയയിലും വിവാദങ്ങളൊക്കെ ആ സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്നു. അപ്ഗ്രേഡ് ചെയ്യാമെങ്കിൽ ഡീഗ്രേഡും ചെയ്യാമല്ലോ. ഒരു സിനിമയെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നു ആൾക്കാർ. സിനിമ ഇറങ്ങുന്നതിൻ്റെ ഒരു 2 മാസം മുമ്പ് മുതൽ ദേ വരുന്നു എമ്പുരാൻ, പടക്കം ഇപ്പം പൊട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്യാമെങ്കിൽ ഈ സിനിമ കാണരുത് എന്ന് പറഞ്ഞ് ഒരു ക്യാമ്പയിൻ നടത്താൻ മറ്റുള്ളവർക്കും അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടൊരു സിനിമ കാണരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. ഇതിനു മുമ്പ് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ. കാശ്മീർ ഫയൽസ്, അതിനൊരു ബോയ്ക്കോട്ട് ഉണ്ടായില്ലേ? കേരള സ്റ്റോറി, അതിനൊരു ബോയ്ക്കോട്ട് ഉണ്ടായില്ലേ? എമ്പുരാൻ ബോയ്ക്കോട്ട് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും കൂടെ വാളെടുക്കുന്നത് എന്തിനാ? ഒരു സിനിമ കാണാനായിട്ട് പ്രോത്സാഹിപ്പിക്കാമെങ്കിൽ കാണാതിരിക്കാനും പ്രോത്സാഹിപ്പിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. ഞാൻ എമ്പുരാൻ കണ്ടിട്ടില്ല, കാണേണ്ട ആവശ്യവുമില്ല. എനിക്ക് വിശ്വാസമുള്ള, നമ്മളൊരു സിനിമ കാണണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പോൾ കണ്ട 3-4 പേര് നമുക്ക് വളരെ അടുപ്പവും വിശ്വാസമുള്ളവർ പോകും. ചേട്ടാ വെറുതെ തല്ലിപ്പൊളിയാണ് കേട്ടോ, ചുമ്മാ കാശുകളില്ല, അതൊന്നും പോകേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പോവില്ല. ഇങ്ങനെയൊക്കെയാണ് സിനിമയെപ്പറ്റി ആൾക്കാർ അഭിപ്രായം. അല്ലാതെ സിനിമ മുഴുവൻ കണ്ട് വിലയിരുത്തി എന്നിട്ടേ അഭിപ്രായം പറയുള്ളൂ, അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല. അല്ലാത്തവർക്കും ആ സിനിമയെപ്പറ്റി അഭിപ്രായം പറയാം. ഞാൻ ഏതായാലും ഈ സിനിമയെപ്പറ്റി അഭിപ്രായം പറയുന്നില്ല. സിനിമയെപ്പറ്റി അഭിപ്രായം പറയാൻ സകലമാന യോഗ്യതയുള്ളവനാണ് ഞാൻ. അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രലേഖ ഫിലിം സൊസൈറ്റി തുടങ്ങിയ കാലത്ത് അതിലെ ആദ്യത്തെ മെമ്പർമാരിൽ ഒരാൾ ഞാനുമായിരുന്നു. അന്നു മുതൽ ഇന്ത്യൻ ക്ലാസിക്കുകൾ, വിദേശ ക്ലാസിക്കുകളൊക്കെ കണ്ടവനാണ് ഞാൻ. ഞാൻ കണ്ടത്രയും സിനിമ ഇപ്പോൾ ഈ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ഒരു കിഴങ്ങനെയും കണ്ടിട്ടില്ല എന്ന് ഉറപ്പിച്ചെനിക്ക് പറയാൻ പറ്റും. പക്ഷേ എന്നെ അതിൻ്റെ പരിസരത്തൊന്നും അടുപ്പിക്കില്ല. എനിക്ക് വേണ്ടതാണ്. എനിക്ക് അവൻ്റെ യാത്രപ്പടിയും അവൻ്റെ മുക്കാലിന് വാങ്ങിച്ച് കഴിയേണ്ട ഗതികേടൊന്നുമില്ല. എനിക്കറിയാം തലയ്ക്ക് വെളിവുള്ള ഒരുത്തനെയും CBFC, സെൻസർ ബോർഡ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും CBFC എന്നാണ്, സെൻസർ ബോർഡ് ഇല്ല ഇപ്പോൾ. ആ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ, സിനിമയ്ക്ക് പ്രദർശനാനുമതി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന സ്ഥാപനമാണ് CBFC. CBFCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ബോംബെ ആണ്. എല്ലാ സംസ്ഥാനങ്ങളിലും അതത് ഭാഷകൾക്ക് വേണ്ടിയിട്ട് അവിടെ ആഫീസുകളുണ്ട്. സർട്ടിഫൈയിങ് ജോലികൾ ചെയ്യുന്ന ദുരന്ധരന്മാരുണ്ട്, ദുരന്ധരികളുമുണ്ട്. അതിൽ അവരൊരു 10, 30, 40 പേരുടെ ഒരു പാനലുണ്ടാക്കും. ആ പാനലിൽ നിങ്ങൾ വിചാരിക്കും മോദി സർക്കാർ വന്നതോടെ സംഘപരിവാറുകാരുടെ പൂരമായിരിക്കും അവിടെ നിന്ന്. ഒന്നുമല്ല. UPA സർക്കാർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. സംഘപരിവാറുകാരെ ഈ വലിയ ബഹളം ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് 2-3 എണ്ണത്തെ അതിനകത്ത് പിടിച്ചാക്കും. ഇവർ ചെയ്യുന്നത്, ഒരു സിനിമ വരുമ്പോൾ അത് സംഘപരിവാർ അനുകൂല സിനിമയാണെങ്കിൽ അത് വിലയിരുത്തുന്ന 4 പേരടങ്ങുന്ന കമ്മിറ്റിയെ മറ്റുമാണ് വിലയിരുത്തുന്നത്. ഈ കമ്മിറ്റിയിൽ 3 കമ്മ്യൂണിസ്റ്റുകാരെയും വയ്ക്കും, ഒരു സംഘപരിവാറിനെയും വയ്ക്കും. അപ്പോൾ ഇയാൾ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല, ഭൂരിപക്ഷം മറ്റവർക്കാണ്. പിന്നെ ഇതിൻ്റെ തലവനോ തലൈവിയോ അതെപ്പോഴും ഇടതുപക്ഷമായിരിക്കും. ഞാനിതൊക്കെ പറഞ്ഞു തുടങ്ങാൻ കാര്യം, പഴയ ഒരു കഥ എൻ്റെ അമ്മാവൻ എന്നോട് പറഞ്ഞ കഥയാണ്. കുത്തിയതോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, തുറവൂരിനും അരൂരിനും ഇടയ്ക്ക് നാഷണൽ ഹൈവേയിൽ. അവിടെ ഒരു പാലമുണ്ട് നാഷണൽ ഹൈവേയിൽ, പഴയ പാലം. ഇപ്പോൾ പുതിയ പാലം വന്നു. പഴയ പാലത്തിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആ പാലത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിക്കഴിഞ്ഞാൽ സൂര്യാസ്തമയം കാണാം.
അപ്പോൾ ഒരു സായിപ്പ് കുതിരപ്പുറത്ത് വന്ന് അവിടെ നിന്നിട്ട് സൂര്യാസ്തമയം കാണുന്നു. അപ്പോൾ ഈ കുതിരയെ കണ്ടു കഴിഞ്ഞപ്പോൾ പിള്ളേരുമില്ല. ഈ ചേർത്തല ഭാഗത്തൊക്കെ കുതിര എന്ന് പറയുന്നത് സാധാരണ ഒരു മൃഗമല്ല. കേരളത്തിൽ തന്നെ അപൂർവമാണല്ലോ കുതിര. കുതിരയെ കണ്ടു കഴിഞ്ഞപ്പോൾ പിള്ളേരെല്ലാം വന്ന് കുതിരയെ നോക്കി വായും പൊളിച്ച് നിന്നു. സായിപ്പ് കയ്യിലുള്ള ചൂരലെടുത്തിട്ട് കുതിരപ്പുറത്ത് ഇരുന്ന് ഈ പിള്ളേരെ എല്ലാം തല്ലി ഓടിച്ചു. നല്ല അടി കിട്ടി പിള്ളേർക്ക്. എല്ലാവരും പറഞ്ഞു, എന്തിനാണ് സായിപ്പിൻ്റെ അവിടെ പോയി വായി നോക്കി നിന്നത്, നിനക്ക് 2 കിട്ടേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മാവൻ പറയുകയാണ്, ഒരു മനുഷ്യൻ പോലും സായിപ്പിനോട് ചോദിക്കുന്നില്ല, താൻ എന്താണ് ഈ പിള്ളേരെ തല്ലാൻ കാര്യം? പിള്ളേർ തൻ്റെ കുതിരയെ നോക്കി നിന്ന് കഴിഞ്ഞാൽ എന്താ അലിഞ്ഞു പോകുമോ? അത് ഈ പിള്ളേരെ തല്ലാൻ കാര്യം എന്താ? അതല്ലേ ആദ്യം ചോദിക്കേണ്ടത്. കൊച്ചുകുട്ടികളാണ്, അവരിത് കൗതുക കാഴ്ചയായിട്ട് നോക്കി നിൽക്കും. അങ്ങനെ ആരും ചോദിച്ചില്ല എന്ന് എൻ്റെ അമ്മാവൻ എന്നോട് പറഞ്ഞിരുന്നു. ഈ എമ്പുരാൻ വന്നപ്പോൾ എനിക്ക് ഈ പഴയ കഥ ഓർമ്മ വന്നു. കാരണം ഇത്രയധികം ഒബ്ജക്ഷണബിളായിട്ടുള്ള ഒരു സിനിമ ഇറങ്ങിയതെങ്ങനെ, അത് ചോദിക്കണ്ടേ? ആരാണ് ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? എന്താണ് ഇതിൻ്റെ സംവിധാനം? ഞാൻ നിങ്ങളോട് പറയാം. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബോംബെ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ബോംബെ ബോളിവുഡിൽ സിനിമാ പാട്ട് എഴുതിക്കൊണ്ടിരുന്ന പ്രസൂൻ ജോഷി എന്ന് പറഞ്ഞൊരു വിദഗ്ധനുണ്ട്. ഈ പ്രസൂൻ ജോഷിക്ക് മോദി സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി ഇടതുപക്ഷമായിരുന്നു. അതിലെ കടുത്ത 1-ാം തരം അർബൻ നക്സലാണ്. പക്ഷേ മോദി സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ആശാനൊന്ന് ചുവട് മാറിയിട്ട് മോദി അച്ഛാ ഹേ അച്ഛാ മോദി ഹേ, മോദി അച്ഛാ അച്ഛാ ഹേ അച്ഛാ അച്ഛാ മോദി ഹേ എന്നോ മറ്റോ ഒരു പാട്ട് എഴുതി. അത് കേന്ദ്ര സർക്കാരിനെ കാണിച്ച് എല്ലാവരും സംപ്രീതരായി. ചുരുക്കി പറഞ്ഞ് പ്രസൂൻ ജോഷിയെ പിടിച്ചിട്ട് ആ CBFCയുടെ ചെയർമാനാക്കി ഇരുത്തി. പ്രസൂൻ ജോഷി 2017 മുതൽ ആ സ്ഥാനത്ത് തുടരുകയാണ്. ജമ്മൻ ചെയ്താൽ പ്രസൂൻ ജോഷി അവിടെ നിന്ന് മാറ്റുന്ന പ്രശ്നമില്ല. രാമസിംഹൻ്റെ പുഴ മുതൽ പുഴ വരെയുടെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിത് നേരിട്ടറിയാവുന്നതാണ്. RSSൻ്റെ ടോപ്പ് ലെവലിലുള്ള ആൾക്കാർ പോലും എടോ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുക, അതും ഒരു സിനിമയല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രസൂൻ ജോഷി ചെയ്തില്ല. പ്രസൂൻ ജോഷി ഫോൺ എടുക്കില്ല. അത്ര യോഗ്യനാണ് പ്രസൂൻ ജോഷി. അപ്പോൾ കാശ്മീർ ഫയൽസ് എങ്ങനെ ഇറങ്ങി? കാശ്മീർ ഫയൽസ് ആദ്യം ഫ്രാൻസിലും ജർമ്മനിയിലും അമേരിക്കയിലും ഒക്കെ റിലീസ് ചെയ്ത് പേരൊക്കെ എടുത്ത് അവിടുത്തെ പത്രങ്ങളിൽ വാർത്തയൊക്കെ വന്ന് പിന്നെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നിഷേധിക്കാൻ പ്രയാസം. അതുകൊണ്ട് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ് കാശ്മീർ ഫയൽസിന്. ഛാവായ്ക്ക് എങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് എനിക്കറിയില്ല. ആ മനുഷ്യൻ നടത്തിയ യുദ്ധം ആ മനുഷ്യനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഒരൊറ്റ പ്രോ ഭാരത്, പ്രോ ഹിന്ദു, പ്രോ BJP അങ്ങനത്തെ ഒരൊറ്റ സിനിമ പ്രസൂൻ ജോഷി ആ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം നേരെ ചൊവ്വേ സർട്ടിഫിക്കറ്റ് വാങ്ങില്ല. ഹൈക്കോടതി പോയി യുദ്ധം ചെയ്ത് അവിടെ പോയി ഇവിടെ പോയി അങ്ങനെ പോയി കേസ് കൊടുത്ത് ഇങ്ങനെയൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. എന്നാൽ തല്ലിക്കൊന്നാലും ശരി പ്രസൂൻ ജോഷിയെ മാറ്റുന്ന പ്രശ്നമില്ല എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. നേരത്തെ വലിയ വീരശൂര പരാക്രമിയായിരുന്നു നമ്മളുടെ അനുരാഗ് ഠാക്കൂർ ആയിരുന്നു IB മിനിസ്റ്റർ. ഈ പുഴ മുതൽ പുഴ വരെയുടെ പ്രശ്നം നടക്കുമ്പോൾ അനുരാഗ് ഠാക്കൂറാണ് IB മിനിസ്റ്റർ. അനുരാഗ് ഠാക്കൂർ അപ്പോയിൻമെൻറ്റ് തരില്ല, ഫോണും എടുക്കില്ല. അനുരാഗ് ഠാക്കൂർ ആരാ ചെറുക്കെന്നറിയാമോ? ഡൽഹിയിൽ ദേശ് കെ ഗദ്ദാരോं को ഗോലി മാറോ സാരോं को ഈ മുദ്രാവാക്യം വിളിപ്പിച്ചവനാണ് അനുരാഗ് ഠാക്കൂർ. നിസ്സാരക്കാരൊന്നുമല്ല. അതിൻ്റെ പേരിൽ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല പുള്ളിയുടെ പേരിൽ. അത്ര വീരശൂര പരാക്രമിയാണ്. IB മിനിസ്റ്ററായി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഇദ്ദേഹം ജിഹാദികളുടെ ആളായിട്ട് മാറി. ഇപ്പോഴും ദൂരദർശൻ ഗതി പിടിക്കാതെ കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റുഡിയോ ദൂരദർശൻ്റെയാണ്. ആ സ്റ്റുഡിയോ BJP സർക്കാർ ഉപയോഗിക്കാത്തത് എന്താ? ഇപ്പോൾ 2024 ആയി കഴിഞ്ഞപ്പോൾ അശ്വിനി വൈഷ്ണവാണ് IB മിനിസ്റ്റർ. പുള്ളിയുടെ കയ്യിൽ തന്നെയാണ് റെയിൽവേയും. പുള്ളിക്കും ഇതൊന്നും നോക്കാൻ നേരമില്ല. റെയിൽവേ തന്നെ നേരെ നോക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് IB പുള്ളി ഉപേക്ഷിച്ച് കാണും, എങ്ങനെയെങ്കിലും തുലയട്ടെ എന്ന്. പിന്നെ സഹമന്ത്രിയായിട്ട് L മുരുകനുണ്ട്. മുരുകൻ ശരണം.
എന്നല്ല അതെന്ത് പറയാൻ. ഞാനൊരു കാര്യം പറയാം, ഈ പ്രസൂൻ ജോഷിയെ മാറ്റാതെ IB ഡിപ്പാർട്ട്മെൻറ്റ് സീരിയസ് ആയിട്ട് മോദി സർക്കാർ എടുക്കാതെ ഇരുന്നാൽ ഇതും ഇതിലപ്പുറവുമുള്ള സിനിമകളൊക്കെ ഇറങ്ങും. ആർക്കും തടയാൻ പറ്റില്ല. ഇതൊന്നും നോക്കാൻ ആർക്കും നേരമില്ലെന്നേ. സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ പോരെ. ഒരു BJP നേതാവിൻ്റെ ഡയലോഗാണ്, സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ പോരെ. വേണം സാർ, സിനിമയെ സിനിമയായിട്ട് കാണണം. ഞങ്ങളെപ്പോലുള്ള പൊട്ടന്മാർ സിനിമ കഥകളിയാണെന്ന് വിചാരിച്ചിട്ടാണ് സാർ കണ്ടത്. അബദ്ധമായി പോയി. അല്ല, അതെന്ത് പറയാനാണ്. സിനിമയെ സിനിമയായിട്ട് കാണണം, ശരിയാ. സിനിമയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് ഒരാൾ വേഷമിടുന്നു, അത് സിനിമയിലെ വേഷമല്ലേ? എന്നിട്ട് അയാൾ വേണ്ടാത്ത കൃത്യങ്ങൾ ചെയ്യുന്നു, സ്ത്രീകളെ ഉപദ്രവിക്കുന്നു, റെയിൽവേ സ്റ്റേഷനിൽ പോക്കറ്റ് അടിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അത് സിനിമയിലല്ലേ? സിനിമയെ സിനിമയായിട്ട് കാണണം. നരേന്ദ്രമോദി എന്ന് പറഞ്ഞ് പേരിട്ട കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെ താടി വെച്ച കൊണ്ടോ ആൾ പ്രധാനമന്ത്രിയാകുമോ? ഇല്ലല്ലോ, സിനിമയിലല്ലേ. അമിത്ഷായെ പറ്റി എന്തോ അപവാദം ഈ സിനിമയിലുണ്ട് പോലും, വിളിക്ക് ആഭ്യന്തരമന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് പോലും. അതുകൊണ്ട് എന്താ, സിനിമയിലല്ലേ. സിനിമയിലെ അമിത്ഷാ വേറെ, ഇവിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വേറെ. അങ്ങനെ വേണം അത് കാണാൻ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നോക്ക്, ഗുജറാത്തിൽ നരേന്ദ്രമോദി എന്ന് പേരുള്ള എത്ര ആൾക്കാരുണ്ടാവും? കുറഞ്ഞത് 1.5 ലക്ഷം ആൾക്കാരെങ്കിലും ഉണ്ടാവില്ലേ? ഒരുപക്ഷെ അതിൽ കൂടുതലായിരിക്കും. അമിത്ഷാ എന്നുള്ള പേര്, അമിത്ഷാ എന്ന് തന്നെ ആയിരിക്കും പേര്, എത്രയോ പേരുണ്ടാവും. കോട്ടയത്ത് എത്ര മത്തായിമാരുണ്ട് എന്ന് പണ്ടാരോ ചോദിച്ചില്ലേ? ഇതുപോലെയാണ് ഗുജറാത്തിൽ നരേന്ദ്രമോദി അമിത്ഷായും. അതൊക്കെ സിനിമയെ നമ്മൾ സിനിമയായിട്ട് കാണണം. അല്ലാതെ നരേന്ദ്രമോദിയെ മോശപ്പെടുത്തി കാണിച്ചു, അമിത്ഷായെ മോശപ്പെടുത്തി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രതിഭാധനന്മാരുടെ സിനിമ, പ്രത്യേകിച്ചും പൃഥ്വിരാജ്, മോഹൻലാൽ, ആൻ്റണി പെരുമ്പാവൂർ, അദ്ദേഹത്തിനുണ്ട് പോലും ഒരു റോള് ഇതിൽ. ആൻ്റണി പെരുമ്പാവൂരിൻ്റെ അഭിനയം കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഈ സിനിമ കണ്ടെന്ന് വരും. കാരണം മറ്റാരഭിനയിച്ചാലും നമുക്ക് താങ്ങാൻ പറ്റും. ആൻ്റണി പെരുമ്പാവൂർ ഈ സിനിമ നിർമ്മാണം വിട്ടിട്ട് അഭിനയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതൊരു ഇറക്കമായിരിക്കുമല്ലോ. അപ്പോൾ അതൊന്ന് കാണണമെന്നുള്ള കൗതുകം എനിക്കുണ്ട്. സൗകര്യം കിട്ടിയാൽ ഞാൻ കാണും. അല്ലെങ്കിൽ ഈ ബഹളമൊക്കെ കഴിയുമ്പോൾ OTTയിലോ എല്ലാം വരുമ്പോൾ കാണാം. ഇപ്പോൾ പിന്നെ കള്ളത്തരം എന്തോ നടക്കുന്നുണ്ട്, ടെലഗ്രാം ചാനൽ ഇത് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറയുന്നത്, ഈ പിള്ളേരെ അല്ല വഴക്ക് പറയേണ്ടത്, പിള്ളേരെ ചുരുല കൊണ്ട് അടിക്കുകയല്ല വേണ്ടത്. സായിപ്പിനെ നിർത്തി ചോദിക്കണം, താൻ ആരോടോ അടിക്കാൻ എന്ന്. പ്രസൂൻ ജോഷി സമാധാനം പറയണം, അശ്വിനി വൈഷ്ണവ് സമാധാനം പറയണം. ഇങ്ങനെ ഒരു സിനിമയ്ക്ക് സർട്ടിഫിക്കേഷൻ കൊടുത്തത് എങ്ങനെ, അനുമതി കൊടുത്തത് എങ്ങനെ, എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? സിനിമയെ സിനിമയായിട്ട് തന്നെയാണ് സാർ എല്ലാവരും കാണുന്നത്. സാറിന് മാത്രമല്ല ബുദ്ധി, ഞങ്ങൾക്കും ഒക്കെ ബുദ്ധിയുണ്ട്. സാറ് സിനിമ കാണുന്നതിന് മുമ്പ് ആ സിനിമ കണ്ടു തുടങ്ങിയവനാണ് ഞാൻ. ലോക ക്ലാസിക്കുകളൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളിത് വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇത്തരം ഈ വഴുവഴുപ്പൻ ഡയലോഗുകൾ അവസാനിപ്പിക്കുക. TV-കാർക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു. സിനിമയെ സിനിമയായിട്ട് കണ്ടോ, അദ്ദേഹത്തിനൊരു പക്വതയുണ്ട്. കാരണം സെക്കുലർ ഭാഗത്ത് ചേർന്നു, അപ്പോൾ പക്വത വന്നു. സെക്കുലർ അല്ലാത്തവരാണല്ലോ കൊള്ളില്ലാത്തവർ. ഇതൊക്കെ ഈ നാടകങ്ങളൊക്കെ നിർത്തി പ്രസൂൻ ജോഷിയെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുകയും IB മിനിസ്ട്രി ഗൗരവമായിട്ട് എടുക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ വിലിഫിക്കേഷൻ ക്യാമ്പയിൻ സിനിമ വഴി തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ കൂട്ടത്തിലെ പ്രതിഭാശാലികൾ 10ാം നമ്പർ ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന കമ്മിറ്റികളുടെ മുമ്പിൽ ഏത്തമിട്ടുകൊണ്ടിരിക്കും. പ്രതിഭാശാലികൾ അധികകാലം ഏത്തമിടാൻ നിൽക്കില്ല. അവർക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. അവർ സിനിമ പിടുത്തമോ നിർത്തും, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സിനിമ പിടിച്ച് ജീവിക്കും. അവർക്ക് ഈ വിദ്യ അറിയാമല്ലോ, അത് ചെയ്യും. അങ്ങനെയുള്ള അവസ്ഥ കൊണ്ടുവരാതെ നോക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിലിരിക്കുന്ന മന്ത്രിമാരുടെയൊക്കെ ചുമതലയാണ്. അല്ലാതെ ഏതപ്പ കോതമംഗലം ഒരാൾ എന്നെ ഉപദേശിക്കുകയാണ് ഞാനിത് പറഞ്ഞപ്പോൾ, നിങ്ങൾ മോഹൻദാസെ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ നടത്തൂ, അങ്ങനെ വേണം സിനിമയെ നേരിടാൻ, നിങ്ങൾ അതേ നാണയത്തിൽ ശക്തമായിട്ട് തിരിച്ചടിക്കണം. ഞാൻ പറഞ്ഞോടൂ, തിരിച്ചടിച്ച എന്നെ പോലീസ് ഒരു കേസിൽ പിടിച്ചുകൊണ്ട് പോയെന്ന് വെച്ചോ, താൻ എനിക്ക് ജാമ്യം എടുത്തു തരുമോ? തന്നെ കാണുന്നില്ലല്ലോ. പിന്നെ
ഒരു മനുഷ്യനുണ്ടാവില്ല. ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് പറയാണ്, ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ബഹളം വെച്ച് വല്ല കേസും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുടുങ്ങും എന്നുള്ളതല്ലാതെ ഒരു പട്ടിയും നിങ്ങളെ തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. എന്ന് വെച്ച് നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യരുത്, പോലീസ് പിടിക്കുന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പോലീസ് പിടിക്കാത്ത രീതിയിൽ വേണം ക്യാമ്പയിൻ നടത്താൻ. അശ്ലീലമോ അതോ ഇതോ ഒന്നും ഇല്ലാതെ അന്തസ്സായ ഭാഷയിൽ വേണം ക്യാമ്പയിൻ നടത്താൻ. ഒരു സഹായവും ഒരു സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കരുത്. അവരത് ചെയ്യില്ല, ചെയ്ത് ചരിത്രമില്ല. പ്രത്യേകിച്ചും സിനിമാ രംഗത്ത് നിങ്ങൾക്കൊരു സഹായം കിട്ടും. മാത്രമല്ല, നിങ്ങൾ ഈ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ തന്നെ അവർക്കങ്ങ് ചൊറിഞ്ഞു വരും. അവർക്ക് സ്വയം ഉള്ളിലൊരു കുറ്റബോധമുണ്ട്. ഞാൻ ഹിന്ദുവാണ്, അതുകൊണ്ട് ഞാൻ മുസ്ലിം വിരോധിയാണ്, എങ്ങനെയെങ്കിലും എൻ്റെ ആ ഇമേജ് മാറ്റണം, ഇപ്പം ഞാൻ കേന്ദ്രമന്ത്രിയാണ്, എനിക്ക് സർട്ടിഫിക്കറ്റ് അപ്പുറത്തുനിന്ന് വേണം, അതുകൊണ്ട് കേരളത്തിൽ കിറ്റ് കൊടുക്കുന്ന പോലെ ബീഹാറിൽ കിറ്റ് കൊടുക്കാൻ പോകുന്നു. 1-2 അല്ല, 32 ലക്ഷം പിന്നോക്ക മുസ്ലിങ്ങളെ അന്വേഷിച്ച് ചെന്നിട്ട് മസ്ജിദിൽ കോണ്ടി ചെന്നിട്ട് തലച്ചുമടായിട്ട് കൊടുക്കുകയാണ്. മുസ്ലിം പറയുന്നത് എനിക്കിതൊന്നും വേണ്ട ചേട്ടാ. ആണല്ലേ ചേട്ടാ, എൻ്റെ ഒരു സന്തോഷം, ഇതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ശരി, ഇപ്പം വിരോധമില്ല. ഇനിയിപ്പോൾ അങ്ങനെ മുസ്ലിം വോട്ട് അങ്ങനെ കിട്ടാനാണെങ്കിൽ കിട്ടി. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നെ പോലൊരു മനുഷ്യൻ, എനിക്കൊരാൾ പറയുന്നു, ചേട്ടാ 10 ലക്ഷം രൂപ തരാം, ഇത്തവണ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണം. ഞാൻ ചെയ്യുമോ? ചെയ്യില്ല. ഇതൊക്കെ അസ്ഥിയിൽ ഉറച്ചു പോയ കാര്യങ്ങളല്ലേ. ഒരു കിറ്റിന് വേണ്ടിയിട്ട് ഇതൊക്കെ മാറ്റി വയ്ക്കുമോ? അല്ല, അങ്ങനെയാണ് വിലയിരുത്തലെങ്കിൽ എനിക്കിപ്പോൾ പ്രയാസമൊന്നുമില്ലപ്പാ. BJPക്ക് വോട്ട് കിട്ടുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. കിറ്റ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ തലകുത്തി നിൽക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. ബട്ട് നിങ്ങൾ ഇത്രയും പ്രയാസപ്പെട്ട് UPA സർക്കാരിൻ്റെ കാലത്തൊക്കെ പ്രതിഷേധവും സംഗതിയും ജാഥയും ഇത്തരം സിനിമയ്ക്കെതിരെ സമരവും ഒക്കെ ചെയ്ത ആൾക്കാരോട് ഇപ്പോൾ NDA സർക്കാർ വന്ന് വർഷം 11 അവിടെ നിന്ന് കിട്ടുന്ന ഉത്തരം, നിങ്ങൾ സമരം ചെയ്യും, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശക്തമായിട്ട് പ്രതിഷേധിക്കുക, തിരിച്ചടിക്കുക. എടോ, ഇത് ഈ കഷ്ടപ്പാടില്ലാതിരിക്കാനാണ് നിങ്ങളെ കസേരയിൽ ഇരുത്തിയത്. അപ്പോൾ നിങ്ങൾ അതിനേക്കാൾ മോശം, നിങ്ങൾ ആ പ്രസൂൺ ജോഷിയെ കെട്ടിപ്പിടിച്ചിരിക്കും. നിങ്ങൾ കോസി കംഫർട്ടിൽ ബോളിവുഡുമായിട്ട് മോളിവുഡുമായിട്ട് കോളിവുഡുമായിട്ട് ഒക്കെ നിങ്ങൾക്ക് നല്ല ബന്ധം. വലിയ വലിയ സിനിമാ നടന്മാർ, സിനിമാ നടിമാർ, അവരുടെ പാർട്ടി, സംഗതി, അവാർഡ്, ഗംഭീരം. ഞങ്ങൾ നിങ്ങളെ അധികാരത്തിലിരുത്തിട്ട് വീണ്ടും UPA സർക്കാരിനെ പോലെ തെരുവിലും സോഷ്യൽ മീഡിയയിലും യുദ്ധം ചെയ്യണം. എന്താ സാർ ഇതൊക്കെ? എവിടെ പോയി അവസാനിക്കുന്നു? ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എമ്പുരാൻ സിനിമ കഴിഞ്ഞിട്ട് ഇഫ് ഇറ്റ് ഈസ് വർത്ത് സ്പീക്കിംഗ് ഐ വിൽ സ്പീക്ക്, അതർവൈസ് ഐ വിൽ കീപ് ക്വയറ്റ്. താങ്ക് യു.